ജേർണി ടു ദി വേൾഡ് ഓഫ് കുക്കിംഗ് ബൈ അനിൽ. ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ഹക്ക ഐറ്റമാണ്. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എളുപ്പമാണോ അല്ലയോ എന്ന് പറയാം. എനിക്ക് എളുപ്പമാണ്. ഇതിപ്പം കണ്ണുടച്ചിരുന്നിട്ട് എനിക്ക് ചെയ്യാം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അതിനകത്ത് തോന്നിക്കണം, ഇതിനകത്തുള്ള പ്രോസസ്സ്. അങ്ങനെ വല്ലതും തോന്നിയാൽ കമൻ്റ് ഇടുക, ഞാനത് നോക്കിയിട്ട് അതിന് എന്താണ് പ്രതിവിധി, അത് വേറെ വല്ല വിധത്തിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ബോൺലെസ് ആണ്. ബോണുള്ളത് ഉപയോഗിക്കാം. ഇതാകുമ്പോഴത്തേക്കും വെറുതെ എടുത്ത് കടിച്ച് തിന്നാൽ മതി. ഞാൻ ചെറുതായിട്ട് മുറിക്കും, ചെറിയ ചെറിയ പീസായിട്ട്. നമുക്കൊരു ആപ്പറ്റൈസറിന് വേണ്ടതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ ചെറിയ പീസസ് മതി, വലുത് വേണ്ട. മുറിച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് കഴുകി മസാലയൊക്കെ കൂടി ഇട്ട് പുരട്ടി വയ്ക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. 1.5 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പാനിൽ എണ്ണ വെച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാകണം. എന്നിട്ട് ചിക്കൻ പീസ് എല്ലാം ഒരു മീഡിയം ഹൈ ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഹൈ ഹീറ്റിലിട്ടാൽ പുറം കരിയും, അകം ചിലപ്പോൾ ശരിക്കും വേവില്ല. മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. കൈ എണ്ണയിൽ മുക്കരുത്. മുക്കിയാൽ പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ശരിയാവില്ല, വേറെ ഫ്ലേവർ വരും. ഏകദേശം 8 മിനിറ്റ് മീഡിയം ഹൈ ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഹൈ ഹീറ്റിലിട്ടാൽ പുറം കരിയും, അകം ചിലപ്പോൾ ശരിക്കും വേവില്ല. ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് ഡ്രൈ ആയി, വെള്ളം വലിഞ്ഞു. അപ്പൊ ഞാൻ അതിൽ കുറച്ച് വെള്ളം തളിച്ച് ഒന്ന് മിക്സ് ചെയ്തേ. പീസസ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് വെടിവെച്ച് കൊടുക്കുക. നല്ല രസമായിട്ട് വരുന്നില്ലേ നോക്കിയേ. പിന്നെ ഇത് അടുപ്പത്തിട്ടേച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടേച്ച് പുസ്തകം വായിക്കാനോ TV കാണാനോ പോകരുത്. നമ്മൾ നോക്കി നിൽക്കണം. ഇടുന്ന ഉടനെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ പെട്ടെന്നാണ് ഫ്രൈ ആകുന്നത്. ഒന്ന് കണ്ണ് തെറ്റിയാൽ ചിലപ്പം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ചില്ലി ചിക്കൻ ചാർക്കോൾ ചിക്കനായിട്ട് മാറും. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പം ഒരു 30 സെക്കൻഡ് കൂടെ കിടന്നാൽ നമുക്ക് അത് എടുത്ത് മാറ്റാവുന്നതാണ്. 30 സെക്കൻഡ് ആയോ? ഇല്ലെങ്കിൽ നമുക്ക് എടുത്തേക്കാം. കളറ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒരുമിച്ചിടാം. നമുക്ക് സോസ് ഉണ്ടാക്കി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളി ചില്ലി ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് പറ്റൂല. ഞാൻ ആദ്യം വേണ്ട സംഗതികള്: ഇഞ്ചി ജൂലിയനായിട്ട് മുറിച്ചത്, കറിവേപ്പില, കൊത്തമല്ലി ഇല, സോയ് സോസ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലെസ് സോഡിയം, ഉപ്പ് കുറഞ്ഞിട്ടുള്ളതാണ്. ഉപ്പ് കൂടിയിട്ടുള്ളതായിട്ട് ഉപയോഗിക്കാം, പക്ഷേ നമ്മുടെ ചില്ലി സോസിലും എല്ലാത്തിലും ഉപ്പുണ്ട്. ചിക്കനും ഉപ്പിട്ടാണ് ഉപയോഗിച്ചത്, അപ്പം നമുക്ക് ഉപ്പ് കുറച്ച് കുറഞ്ഞിരിക്കണം. പിന്നെ ഉപ്പും കുറച്ച് നമ്മൾ ഇടുന്നുണ്ട്, കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, പിന്നെ നമ്മുടെ ചില്ലി സോസ്. പിന്നെ ഒരു ഐറ്റം എന്താണ് എന്നുള്ളത് വിനാഗിരി. ആദ്യമേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിൽ പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സോയ സോസും കെച്ചപ്പും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഫ്ലെയിം പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് ആവി തീ പിടിക്കാനുണ്ട്. ഇപ്പൊ ഇതിന്റെ തീ താഴെ ആയതുകൊണ്ട് അധികം പ്രശ്നമില്ല. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇഞ്ചിയും കരിവേപ്പിലും കൂടെ ഒന്ന് ഞെരടുന്ന എന്തിനാന്ന് വെച്ചാൽ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങും, വെറുതെ ഫ്രൈ ആയിട്ട് പോകില്ല. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ടു ചൂടാക്കി കൊടുക്കും. തീ ഒരല്പം കുറച്ച് വെക്കും. ഇതിലേക്ക് കെച്ചപ്പ് 1 സ്ക്വയർട്ട്, 2 സ്ക്വയർട്ട്. നമുക്കൊരു 500 ഗ്രാം ചിക്കൻ ആണുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് സോയ് സോസ് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സോയ് സോസ്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. സോൾട്ട്, 1.5 ടീസ്പൂൺ പഞ്ചസാര, കൊറിയാൻഡർ ലീവ്സ്. അതിലേക്ക് ഈ സോസ് 1/2 കപ്പ് ഒഴിക്കേണ്ടി വരും. ഗാർലിക് പൗഡർ ഇടാൻ മറന്നുപോയി. ഗാർലിക് പൗഡർ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. പൗഡറിന് പകരം നല്ല ഫ്രഷ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ കൂടും. വെളുത്തുള്ളി പൊളിക്കാൻ മടിയുള്ളവർക്ക്, എനിക്ക് മടിയുണ്ടെന്നല്ല പറയണത്, മടിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൗഡർ ഉപയോഗിക്കാം, റെഡിമെയ്ഡാണ്. അപ്പം സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പേപ്പർ ഇടരുത്. ചിക്കൻ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതാണ് എൻ്റെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ. ഇവിടെ ബാക്കിയുള്ള മല്ലിയിലും കൂടെ ഒന്ന് വെതറി കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. വായിൽ വെള്ളം വരുന്നു. ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ ഡ്രിങ്ക്സിന്റെ കൂടെ അങ്ങനെ ഓരോ പീസേ അങ്ങോട്ട്
അങ്ങോട്ട് കഴിച്ചാൽ ഞാൻ ഡ്രിങ്ക്സ് കഴിക്കില്ല. ആൾക്കാർ പറയുന്ന കഴിക്കില്ല, നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇങ്ങനത്തെ കുടിയൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ പറയും ഇതൊക്കെ ഡ്രിങ്ക്സിന്റെ കൂടെ അടിപൊളിയാണ്. അപ്പം ഞാനത് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക. ഡ്രിങ്ക്സ് കഴിക്കുന്നവർ ഇതുണ്ടാക്കി അതിൻ്റെ കൂടെ നിന്ന് കഴിച്ചിട്ട് പറയുക നല്ല കോമ്പിനേഷൻ ആണോ എന്ന്. ഇതല്ലെങ്കിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ റൈസ് പുലാവ് ഉണ്ടാക്കിയാൽ നല്ല കോമ്പിനേഷൻ ആണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ചോറും ഇല്ല, ഒന്നുമില്ല. പക്ഷെ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ആ ബ്രെഡ് എടുത്ത് ഇതും കൂട്ടി അങ്ങോട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു ഇത്രയും സമയമുള്ളൂ. ഒരു 2 മിനിറ്റ് കൊണ്ട് ചില്ലി ചിക്കൻ റെഡിയാണ്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് കമന്റ് ഇടുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി കുക്കിംഗ് ആൻഡ് എൻജോയ്. ഇതിപ്പോ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.